ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിലും ജപമാല ഭക്തിയിലും വളരുവാൻ എന്നെ സഹായിച്ചത് എൻ്റെ പപ്പയും അമ്മച്ചിയാണ്. അവർ രണ്ടുപേരും ഞാൻ ഉടുപ്പിടുന്ന സമയമൊക്കെ ആയപ്പോഴത്തേക്കും കൈ വിരിച്ച് പിടിച്ച് വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് കരുണക്കൊന്തയും ജപമാലയും സമർപ്പിച്ചിരുന്നതായിട്ട് ഞാൻ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ചെറുപ്പത്തിൽ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ബസ്സിലൊക്കെ ഇരുന്ന് അമ്മച്ചി ജപമാല ഉരുട്ടി പ്രാർത്ഥിക്കാറുണ്ട്. എന്നോടും പറയാറുണ്ടായിരുന്നു, മോനെ നീയും ജപമാല ചൊല്ല്, അത് നല്ലതാണ് എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ എനിക്കാകെ നാണക്കേടും ഒരു ചമ്മലൊക്കെ ആയിരുന്നു ബസ്സിലൊക്കെ കൊന്ത ചൊല്ലുക എന്നൊക്കെ പറയുമ്പോൾ. രണ്ട് കയ്യിലും കൂടി 10 വിരലുണ്ടല്ലോ, അപ്പോൾ നീ അത് എണ്ണി ചൊല്ലിയാൽ പോരെ അമ്മച്ചി, എന്തിനാ ജപമാല എടുത്ത് ചൊല്ലണേ എന്നൊക്കെ ഞാൻ അമ്മച്ചിയോട് ചോദിക്കുമായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് എന്തുകൊണ്ടാണ് അമ്മച്ചി ആ പ്രാർത്ഥനകളൊക്കെ ഉരുവിട്ടിരുന്നത് എന്ന്. ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും ഈ ലോകം മുഴുവനും വേണ്ടിയും ഒക്കെയായിരുന്നു അമ്മച്ചി ആ പ്രാർത്ഥനകളൊക്കെ ദൈവസന്നിധിയിൽ അർപ്പിച്ചിരുന്നത്. പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ജപമാല എത്തിച്ചോ അങ്ങനെയൊക്കെയാണ് ചോദിക്കാറ്. ജപമാല ചൊല്ലിയോ എന്ന് ചോദിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ജപമാല എത്തിച്ചോ അങ്ങനെയൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ എത്തിച്ചോ എന്ന് ചോദിക്കണതെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി, പരിശുദ്ധ അമ്മ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഈ ജപമാലയിലൂടെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്കും ഈ ജപമാല മാസത്തിൽ ജപമാലകൾ ഉരുവിട്ട് സ്വർഗത്തിലേക്ക് പരിശുദ്ധ അമ്മയോടൊപ്പം എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.